Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റവ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് പുട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയതാണ് റവ പുട്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തണുത്താലും അങ്ങനെ കട്ടിയാകാത്ത നല്ല സോഫ്റ്റ് റവ പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സോഫ്റ്റ് റവ പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പുട്ടിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത റവയാണ്. പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഏകദേശം 1 കപ്പോളം തേങ്ങാ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ചോറ് വേവിച്ച അരി എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ ചോറാണിത്. അപ്പോൾ അത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറ് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. ഇത് ഫ്രിഡ്ജിൽ തലേ ദിവസം വേവിച്ച ചോറ് അപ്പം തന്നെ ഞാൻ തണുത്ത് കഴിഞ്ഞപ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഒരല്പം കട്ടി ഉണ്ടാവും. നമുക്ക് ഇങ്ങനത്തെയാണ് ആവശ്യം, അല്ലാതെ ചൂട് ചോറ് എടുക്കരുത്. അതുപോലെ മിക്സിയിൽ ഈ ചോറ് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ അരഞ്ഞു പോകരുത്. നല്ല തണുത്ത ചോറായിരിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ പൾസ് ചെയ്തെടുക്കില്ലേ, 1 സെക്കൻഡ് വീതം 1-2 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ക്രഷായി കിട്ടും. കൂടുതൽ അരച്ചാൽ ഇത് പേസ്റ്റ് പോലെ അരഞ്ഞു പോകും. അപ്പോൾ നനവുള്ള ചോറാണെങ്കിൽ അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇതുപോലെ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ചോറ് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് റവ വറുത്തെടുക്കണം. നമ്മൾ വാങ്ങിക്കുന്ന റവ വറുത്ത റവയാണെങ്കിൽ കൂടെ നമ്മൾ ഉപ്പുമാവും പുട്ടും ഉണ്ടാക്കാൻ നേരത്ത് ഒന്നുകൂടെ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ടിട്ട് തീ ഒട്ടും കൂടി പോകാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ചെറുതായിട്ടൊന്ന് അതിൻ്റെ നിറം മാറി വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി അങ്ങ് ഡാർക്കായി പോകരുത്. ചെറുതായിട്ട് അതിൻ്റെ നിറം മങ്ങുമ്പോൾ നമുക്കറിയാം അതൊന്ന് പാകത്തിന് വറുത്ത് കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ വറുത്ത് മാറ്റുക. ഇനി നമുക്ക് ഈ റവ ഒരു പാത്രത്തിലേക്ക് പകർത്താം. അതിനുശേഷം ചെറിയ ചൂടായിരിക്കുമ്പോൾ തന്നെ, റവ നന്നായിട്ട് തണുത്ത് പോകുന്നതിന് മുന്നേ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. പുട്ടിന് വേണ്ടി നനച്ചെടുക്കണം. അപ്പോൾ ചെറു ചൂടോടെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. അതല്ല, റവ തണുത്ത് പോയാൽ നിങ്ങൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അല്പം ചെറിയ ചൂടോടെ ചേർത്ത് നനയ്ക്കുക. ഇപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കുക. ചോറ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു നനവുണ്ട് ചോറിന്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു നനവ് ചോറിനുണ്ടാവുമല്ലോ. അപ്പോൾ ആ ചോറിൽ നിന്നുള്ള വെള്ളവും അതുപോലെ തന്നെ നമുക്ക് തേങ്ങയുടെ പകുതിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ആ തേങ്ങയിൽ നിന്നുള്ള വെള്ളം എല്ലാം കൂടെ ആദ്യം റവ ചെറുതായിട്ടൊന്ന് നനഞ്ഞു കിട്ടും. അതിനുശേഷം പോരാത്ത വെള്ളം തളിച്ച് കുറേശ്ശെ വെള്ളം തളിച്ച് നമുക്കിതൊന്ന് സോഫ്റ്റായിട്ട് നനച്ചെടുക്കാം. നമ്മൾ വെള്ളം നേരത്തെ തന്നെ കൂടുതൽ ചേർക്കരുത്. അരിപ്പൊടി നനയ്ക്കുന്ന പോലെയല്ല, റവ നനയ്ക്കുന്നത് പെട്ടെന്ന് കുതിർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒരല്പം നമ്മൾ പുട്ടിന് നനയ്ക്കുന്നതിനേക്കാൾ ഒരല്പം കൂടെ നനവോടെ വേണം കുഴച്ച് വയ്ക്കാനായിട്ട്. കാരണം ഈ റവ ഇതിനകത്തിരുന്നൊന്ന് കുതിർന്ന് വരേണ്ടതാണ്. കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ കുതിർന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരല്പം വെള്ളം നനവ് കൂടുതലായിട്ട്, പുട്ടിന് സാധാരണ അരിപ്പൊടി നനയ്ക്കുന്നതിനേക്കാൾ അല്പം കൂടെ നനവോടെയാണ് ഞാനിപ്പം കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ആ വെള്ളം എല്ലാം റവയിലേക്ക് വലിഞ്ഞ് റവ കുതിർന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വെച്ചു കൊടുക്കുന്നത്. നമ്മളങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നന്നായിട്ട് മൂടി വെച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള വെള്ളമെല്ലാം റവയിലേക്ക് വലിഞ്ഞ് റവ കുതിർന്ന് കിട്ടും. നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ തന്നെ റവ കുതിർന്ന് വീർത്ത് വരും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 20 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റവയെല്ലാം ഈർപ്പമെല്ലാം വലിച്ചെടുത്ത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ചു വെച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കാം.
അതിനുവേണ്ടി ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചില്ല് വെച്ച് കൊടുത്തു. ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന റവ ഫില്ല് ചെയ്ത് കൊടുക്കാം. തിക്കായിട്ട് കുത്തി നിറയ്ക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നല്ല ലൂസായിട്ട് തന്നെ വെച്ച് വേണം നമ്മൾ പുട്ടിന് വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പുട്ട് ഭയങ്കര കട്ടിയായി പോവും. അപ്പം നല്ല ലൂസായിട്ട് വെച്ച് പ്രസ് ചെയ്യരുത്, ലൂസായിട്ട് തന്നെ നിറച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. കുക്കറിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് നിറച്ച് വെച്ചിരിക്കുന്ന പുട്ട് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ആവി വന്ന് ഒരു 2-3 മിനിറ്റ് ആവി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം. അപ്പം നല്ല ചൂട് സോഫ്റ്റ് റവപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കറികളായിട്ടോ അല്ലാതെ തന്നെ വെറുതെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവപ്പുട്ട് നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പികളായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.